ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം. ഇന്ന് നമ്മൾ മഞ്ഞൾ വിളവെടുക്കാനാണ് പോകുന്നത്. ഇത് ഫെബ്രുവരി 28 2025 എടുത്ത വീഡിയോ ആണ്. കുറച്ച് ലേറ്റായി പോയി ഇടാനായിട്ട്. ശരിക്കും ഈ സമയം നമുക്ക് ഏപ്രിൽ മെയ് ആയിട്ട് നടാവുന്നതാണ്. ഈ മഞ്ഞൾ നടാൻ പറ്റിയ ഒരു സമയമാണ്. ശരിക്കും ഒരു മഴയൊക്കെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ വെള്ളമൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് നടാൻ പറ്റിയ ഒരു സമയകാലം എന്ന് പറയുന്നത് ഏപ്രിൽ മെയ്യിലാണ്. അപ്പോൾ ഞാനും ഇനിയും നട്ടിട്ടില്ല. കുറേ പറിച്ച് വെച്ചിട്ട് അതെല്ലാം മുള വന്നിട്ടുണ്ട്. പിന്നെ അതൊന്ന് നട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഓരോരോ തിരക്കുകൾ കാരണം കൊടുക്കാനും പറ്റുന്നില്ല. അപ്പോൾ കൊടുക്കണം വിചാരിക്കുന്നു ഈ മെയ് മാസം. തീർച്ചയായിട്ടും നമ്മൾ നടുമ്പോൾ നല്ല അടിവളങ്ങളൊക്കെ ഇട്ട് കൊടുത്തെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ഒരു 4 ടൈപ്പൊക്കെ ഉണ്ട്. അതായത് നമ്മൾ കറി വെക്കുന്ന മഞ്ഞൾ തന്നെ നാടൻ മഞ്ഞളും പിന്നെ പ്രതിഭ മഞ്ഞളും രണ്ടും ഇട്ടിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുമുണ്ട്. അതേപോലെ പിന്നെ കസ്തൂരി മഞ്ഞളില്ലേ, അത് വെളുത്ത കസ്തൂരി മഞ്ഞൾ, പിന്നെ മാങ്ങ ഇഞ്ചി, അതുപോലെ മഞ്ഞക്കൂവയാണ് നമ്മൾ പണ്ടൊക്കെ കസ്തൂരി മഞ്ഞൾ ഉപയോഗിച്ച് കൊണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മനസ്സിലായി. അപ്പോൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞളും കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാനും സാധിച്ചു ഈ പ്രാവശ്യം. ആദ്യമായിട്ട് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മഞ്ഞൾ നട്ട് കൊടുക്കുക. ഈ സമയത്ത് നല്ല വിളവെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചെറിയ ഒരു അടുക്കള കൃഷിയില്ലെങ്കിലും ഇതുവരെ പിടിപ്പിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഇത് മഞ്ഞൾ വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഏത് കൃഷിയും നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നല്ല ഇനവും നല്ല വിത്തും നോക്കിയിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ വളരുന്നതും സീസൺ നോക്കിയും വളർത്താനായിട്ട് ശ്രമിക്കുക. അപ്പം മാത്രമേ പിന്നെയും അതിൻ്റെ താല്പര്യം കൂടും. ആദ്യം തുടക്കം തന്നെ നമുക്ക് എന്തെങ്കിലും അത് ശരിയായിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉള്ള ഒരു താല്പര്യം കുറവാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അത് മാത്രമല്ല, നമ്മൾ ഏത് കൃഷി ചെയ്യുമ്പോഴും അതിൻ്റെ സീസൺ ഉണ്ടല്ലോ, അത് നോക്കിയിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഏപ്രിൽ മെയ് മാസം തീർച്ചയായിട്ടും ഇതുവരെ വെച്ച് പിടിപ്പിക്കാത്തവർ ചെറിയ ഒരു ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊട്ടിയ ബക്കറ്റൊക്കെ ഉണ്ടെങ്കിലും അരി വാങ്ങിയ ചാക്കുണ്ടെങ്കിലും മതി. അതിലേക്ക് ഒരു ചെറിയ മഞ്ഞൾ എവിടെ നിന്നും കിട്ടുമ്പോൾ നിങ്ങൾ പച്ചമഞ്ഞൾ അതൊന്ന് നട്ട് കൊടുത്താൽ മാത്രം മതിയാവും. അതുപോലെ തന്നെ ഇഞ്ചിയും മഞ്ഞൾ ഇതൊക്കെ ഈ സമയം നമുക്ക് നട്ട് കൊടുക്കാവുന്നതാണ്. കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം ഈ സമയം നമുക്ക് നട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പം നട്ടെങ്കിലാണ്, ഇപ്പം നമ്മളെ തമിഴ്നാട്ടിലെല്ലാം പൊങ്കൽ സമയം ജനുവരി സമയം നമുക്ക് നല്ല ഒരു അതായത് എന്ത് പറയണ്ടേ ബിസിനസ്സായിട്ട് തന്നെ ചെയ്യുന്നതെന്ന് പറയാം. എന്ത് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പച്ച മഞ്ഞളും ഇലയും കൂടിയാണ് വേണ്ടത്. അപ്പോൾ ജനുവരിയിൽ വിളവെടുക്കാനായിട്ട് ഉള്ളവർ കുറച്ച് താമസം ആയിട്ടും നടുന്നവരും ഉണ്ട്. ജൂൺ ജൂലൈയിലൊക്കെ നടും. അപ്പോഴാണ് അവർക്ക് നല്ല ഇളം മഞ്ഞളും ഇറച്ചി പിടിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ കറി വെക്കാനായിട്ട് നല്ല മൂത്ത പരുവത്തിലാണല്ലോ വേണ്ടത്. അവരൊക്കെ നമ്മൾ നടണമെന്ന് പറയുന്ന കാലം ഏപ്രിൽ മെയ്യിൽ നടുമ്പോഴാണ്. ഒരു 10 മാസമെങ്കിലും നമുക്ക് അത് ഇരിക്കണം. അപ്പോഴാണ് നല്ല മൂത്ത് പരുവത്തിലാവുന്നത്. എനിക്ക് അറിയാവുന്ന കാര്യമാണ് നിങ്ങളോട് പങ്കുവെച്ചിട്ടുള്ളത്. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിലേക്ക് കൂടി അറിയിക്കുക. അപ്പം ഞാനത് തിരുത്താനായിട്ട് ശ്രമിക്കാം. അങ്ങനെ പറയാൻ കാരണം എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതെല്ലാം ഒരു തുച്ഛമായിട്ടും തോന്നാം. എന്താ വെച്ചാൽ ഇതിനേക്കാളും ഒരുപാട് കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ഒരു തൈ വെച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് ഒന്ന് കിട്ടിയാലും നമുക്കത് സന്തോഷമല്ലേ. അപ്പോൾ നമ്മളെല്ലാം വിളവെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്